ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് വേർഡ്സും അതിൻ്റെ യൂസേജസുമാണ്. ഓക്കെ, അതായത് ഫോർ ആൻഡ് ട്യൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകൾ. ഇത് രണ്ടും എവിടെ യൂസ് ചെയ്യും ആൻഡ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. സോ ആ ഒരു കൺഫ്യൂഷനുള്ള ആൻസറാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കൺഫ്യൂഷനാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ആ ടുഡേയ്സ് സെഷൻ. വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. അതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ ആയിരുന്നു അല്ലേ. സോ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൂടി നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഓൺ എന്നുള്ളത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടായി അല്ലേ. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് കൂടിയുണ്ട്. വൈൽ ട്രാവലിംഗ്, നമ്മൾ ഏതെങ്കിലും ഒരു വാഹനത്തിലാണെന്ന് പറയുമ്പോൾ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻ ബസ്സാണോ ഓൺ ബസ്സാണോ, അല്ലെങ്കിൽ ഇൻ ദ കാറാണോ ഓൺ ദ കാറാണോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ. സോ അതുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വാഹനങ്ങളിൽ നമ്മൾ ഇന്നാണ് പറയുക, ചില വാഹനങ്ങളിൽ നമ്മൾ ഓണാണ് പറയുക. സോ ഇൻ എവിടേക്കാണ് ഓൺ എവിടേക്കാണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു വാഹനത്തിൽ, ഏത് വാഹനം ആവട്ടെ, അതിൽ നമുക്ക് ഇരിക്കാനും അതുപോലെ എണീറ്റ് നിൽക്കാനും നടക്കാനും എല്ലാം പറ്റും എന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓൺ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ആം ട്രാവലിംഗ് ഓൺ എ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ വലുതാണ് അല്ലേ, നമുക്ക് ഇരിക്കാം, എണീറ്റ് നിൽക്കാം, നടക്കാം, എല്ലാം ചെയ്യാം. ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങളാണ്. സോ അതിലെല്ലാം നമ്മൾ ഓണാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷിപ്പ് എന്ന് പറയുമ്പോഴും വലിയ വാഹനമാണ്, നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ആക്ടിവിറ്റീസ് എല്ലാം അതിൽ നമുക്ക് കഴിയും. സോ അങ്ങനെയുള്ള ഇപ്പോൾ ബസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ, വലിയ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓൺ എന്നുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബൈക്കൊക്കെ പറയില്ലേ, ബൈക്ക്, സൈക്കിൾ. ഈ ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? ഓൺ യൂസ് ചെയ്യാം. ഐ എം ട്രാവലിംഗ് ഓൺ എ ബൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ എ സ്കൂട്ടർ, ഓൺ എ സൈക്കിൾ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമുക്ക് ഇരിക്കാനും നിൽക്കാനും അതുപോലെ നടക്കാനും ഒക്കെ പറ്റുന്ന വാഹനങ്ങളും, അതുപോലെ നമ്മൾ മുകളിൽ കയറി ഇരുന്ന് റൈഡ് ചെയ്യുന്ന വാഹനങ്ങളും, ഇതിനെല്ലാം നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക. പിന്നെ ഇന്ന് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻ വരുന്നത് നമുക്ക് ഇരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും നമുക്ക് സാധിക്കാത്ത വാഹനങ്ങളുണ്ടാവും, ലൈക്ക് കാർ, ഓട്ടോറിക്ഷ, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇൻ യൂസ് ചെയ്യുക. ഐ എം ഗോയിങ് ഇൻ എ കാർ, അല്ലെങ്കിൽ ഐ എം ട്രാവലിംഗ് ഇൻ എ കാർ, അല്ലെങ്കിൽ ഇൻ ഓട്ടോ എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോർ ആൻഡ് ട്യൂ. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഫോർ. നമുക്ക് ആദ്യം ഫോർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എന്ന് പറയുന്നത് ഒരു പർപ്പസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീസൺ, ഇതിനെയൊക്കെ കാണിക്കുന്ന സമയത്താണ് നമ്മൾ ഫോർ എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതുമല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കും. ഈ ഒരു രണ്ട് രീതിയിൽ വരുന്ന സെൻറ്റൻസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഗിഫ്റ്റ് ഇസ് ഫോർ മേക്കിംഗ് യു ഹാപ്പി. ഈ ഗിഫ്റ്റ് എന്തിനുള്ളതാണ്? ഫോർ മേക്കിംഗ് യു ഹാപ്പി, നിന്നെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയും. അവിടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു റീസൺ കാണിക്കുന്നുണ്ടല്ലേ. ഈ ഗിഫ്റ്റ് എന്തിനുള്ളതാണ്? നിന്നെ ഹാപ്പി ആക്കുന്നതിനുള്ളതാണ്. അവിടെ റീസൺ ഉണ്ട് അല്ലേ. ഇനി അതല്ല, ഒരു പർപ്പസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് പെൻ ഇസ് ഫോർ റൈറ്റിംഗ്. ആ പെന്നിൻ്റെ പർപ്പസ് എന്താണ്? അവിടെ ഒരു ആവശ്യം വരുന്നത് എന്താണ്? നമ്മളത് എഴുതാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അല്ലേ. ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നുള്ളൊരു മലയാള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു പർപ്പസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, റീസൺ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രപ്പോസിഷനാണ് ഫോർ എന്നുള്ളത്. ഓക്കെ, ടു ആണെങ്കിലോ എവിടെ യൂസ് ചെയ്യുന്നത്? ടു എന്ന് പറയുന്നത് ഒരു ഡിറക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക, ഹൂം അല്ലെങ്കിൽ വേർ എന്നുള്ള രീതിയിൽ. വേർ അല്ലെങ്കിൽ ഹൂം എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യന് ആൻസറായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആകുമ്പോഴാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് എന്ത് പറയാം, ദിസ് പെൻ ഇസ് ടു ഹിം, അല്ലെങ്കിൽ ഐ ഗേവ് ദിസ് പെൻ ടു ഹിം. ഓക്കെ, ടു ഹൂം എന്ന് ചോദിക്കുമ്പോൾ ടു ഹിം എന്ന് പറയാം. ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ
ടു ഹിം അവന് വേണ്ടി എന്നുള്ളൊരർത്ഥം. ഓക്കെ, ടു ഹൂം എന്നുള്ളൊരു ചോദ്യം അവിടെ വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടു യൂസ് ചെയ്യുന്നത്. ദ പെൻ ഇസ് അല്ലെങ്കിൽ ഐ ഗേവ് ദിസ് പെൻ ടു ഹിം, ഐ ഗേവ് ദിസ് പെൻ ടു ഹിം. അല്ലാന്നുണ്ടെങ്കിൽ ഐ ഗേവ് ദിസ് ബുക്ക് ടു ഹിം, അവന് വേണ്ടി എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടു യൂസ് ചെയ്യുന്നത്. പക്ഷേ 4 ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? വൈ എന്നായിരിക്കും. എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. വൈ യു ഗേവ് ദിസ് ഗിഫ്റ്റ് ടു ഹെർ എന്ന് ചോദിക്കുമ്പോൾ ടു അവിടെ എന്ത്, വൈ യു ഗേവ് ദിസ് ഗിഫ്റ്റ് ടു ഹെർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഐ ഗേവ് ദിസ് ഗിഫ്റ്റ് ഫോർ മേക്കിംഗ് ഹെർ ഹാപ്പി, അവളെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടി. ഓക്കെ, അവിടെ ഒരു വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫോർ മേക്കിംഗ് ഹെർ ഹാപ്പി എന്ന് വരും. ടു ഹൂം, ആർക്ക് വേണ്ടി എന്നാവുമ്പോൾ ടു ഹിം, അവന് വേണ്ടി എന്നുള്ള രീതിയിലും വരും. ഓക്കെ, ഏകദേശം ഒരേ മീനിങ് ആണെങ്കിൽ പോലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ ഇതിലേതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ടുവിൻ്റെ വേറെ യൂസേജ് ആണ് നമ്മൾ ഡിറക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ചർച്ച്, അതുമല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ടെമ്പിൾ, ഐ എം ഗോയിങ് ടു മോസ്ക്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു ഹോം, അതുമല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു എവിടെയാണെങ്കിലും ഗോയിങ് ടു എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഡിറക്ഷനെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടു എന്നുള്ളത്. നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ആൻസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഇന്നറായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 4 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അതല്ല വേർ, അല്ല എന്നുണ്ടെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് 4 യൂസ് ചെയ്യുക ആൻഡ് എവിടെയാണ് 2 യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറയുകയാണ്, അല്ലെങ്കിൽ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരേ സെൻറ്റൻസിൻ്റെ 2 രീതിയിൽ എങ്ങനെ പറയാൻ നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വൈ ഇസ് ദിസ് പെൻ ഹിയർ, എന്തുകൊണ്ടാണ് ഈ പെൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാം? ഇറ്റ് ഈസ് ഫോർ റൈറ്റിംഗ്, ഇത് എഴുതുന്നതിന് വേണ്ടിയാണ് എന്ന്. അവിടെ ഒരു വൈ വന്നതുകൊണ്ട് എന്താണ്? ഫോർ റൈറ്റിംഗ് എന്നാണ് വരുന്നത്. ഇനി വേറെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ടു ഹൂം വിൽ യു ഗീവ് ദിസ് എന്ന് പറയുമ്പോൾ ഐ വിൽ ഗീവ് ദിസ് പെൻ ടു ഹിം, അവിടെ 2 ആണ് വരുന്നത്. ഓക്കെ, ടു ഹൂം വിൽ യു ഗീവ് ദിസ് പെൻ ചോദിക്കുമ്പോൾ ഐ വിൽ ഗീവ് ദിസ് പെൻ ടു ഹിം, അവിടെ 2 ആണ് വരുന്നത്. ഓക്കെ, വൈ വരുമ്പോൾ 4 വരും. ഹൂം എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വേർ എന്ന് വരുമ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് വരും. ഓക്കെ, അങ്ങനെ വേറും അല്ലാന്നുണ്ടെങ്കിൽ ഹൂമുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് 2 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രപ്പോസിഷൻസ് ആണ് 2 and 4 എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് യൂസേജ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ സാധിക്കും വിതൗട്ട് ഡൗട്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. So let's wind up our today's session. Thank you so much, and don't forget to subscribe my channel and enable the bell icon. And also end screen la old videos, previous videos inde link കൊടുത്തിട്ടുണ്ട്. So അതുകൂടി നിങ്ങൾ വാച്ച് ചെയ്യുക, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. So thank you so much.